എല്ലാവർക്കും കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെള്ള നാരങ്ങ അച്ചാറാണ്. അതിനായിട്ട് ഞാൻ 9 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ 9 നാരങ്ങ നന്നായി കഴിഞ്ഞ ശേഷം ഒരു ടിഷ്യൂ പേപ്പറും കൊണ്ടോ ഒരു തുണി കൊണ്ടോ ഇതിൻ്റെ വെള്ളമയം നന്നായിട്ട് ഒപ്പിയെടുക്കണം. അതിന് ശേഷം ഇതൊരു 3 മിനിറ്റ് സ്റ്റീമറിൽ വെച്ച് വേവിക്കണം. 3 മിനിറ്റ് മാത്രം മതി, ഒത്തിരി നേരം ഇട്ട് വേവിക്കരുത്. ഒത്തിരി നേരം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നീരെല്ലാം പുറത്തു പോകും. അപ്പോൾ ഒരു 3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. ഇപ്പോൾ ദേ ഞാൻ 3 മിനിറ്റായിട്ട് സ്റ്റീമറിൽ വേവിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ അച്ചാറിനെ ഞാനൊരു 4 പീസായിട്ട് കട്ട് ചെയ്യുവാണ്. ഇതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളയണം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യുക. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2.5 ടീസ്പൂണോളം നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉലുവ, പിന്നെ 3 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 20 കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ കാന്താരിമുളക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഒരു 4 5 വലിയ മുളക് ചേർക്കണം. കാന്താരിമുളക് ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് വെള്ള നാരങ്ങ അച്ചാറിന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റട്ടെ. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 13 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണം ചേർക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കണം. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഹിമാലയ സോൾട്ടിൻ്റെ ഉപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് നല്ലതാണെന്ന് കേട്ടുകൊണ്ടാണ് ഇപ്പോൾ അത് യൂസ് ചെയ്തിരുന്നത്. കുറച്ച് വെള്ളത്തിൽ കലക്കിയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തായിരുന്നു. അത് ആ സമയത്ത് ക്യാമറ ഓഫായി പോയതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ കായപ്പൊടി ഞാൻ ഇട്ടില്ലെന്നോർത്ത് ചേർക്കാതെ ഇരിക്കരുത്. കായപ്പൊടി ഇടണം, എന്നാലാണ് അച്ചാറിന് ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതെല്ലാം ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു 1/4 കപ്പ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. വിനീഗർ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൂട്ടി ഇളക്കി ശേഷം തീ ഓഫ് ചെയ്യുക. ഇത്രയും മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കാണുക. ഞാൻ കാന്താരിമുളക് ഇട്ട് 2 ടൈപ്പ് അച്ചാറുകൾ, ചെമ്മീൻ അച്ചാർ, മാങ്കോ അച്ചാർ എല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.